വി.ഡി. സതീശനെതിരെ ഒളിയമ്പെയ്തും ശശി തരൂരിനെ പരോക്ഷമായി പിന്തുണച്ചും കെ മുരളീധരൻ. സാമുദായിക നേതാക്കളുടെ തിണ്ണ നിറങ്ങരുതെന്ന് പറഞ്ഞാൽ കൈയടിക്കാൻ നിരവധി പേരുണ്ടാകുമെന്നും എന്നാൽ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാനാകില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. എഴുത്തും വായനയും ഉള്ളവരെ കോൺഗ്രസ് നേതൃത്വത്തിന് പേടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പിന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു ചെറിയ തകരാറുള്ളത് എഴുത്തും വായനയുള്ളവരെയൊക്കെ ഒരു പേടിയാണല്ലോ എല്ലാവർക്കും. എഴുത്തും വായനയുണ്ടെങ്കിൽ വിവരം നമ്മളെക്കാൾ കൂടുമോ, അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയുണ്ട്. പാർട്ടിക്കകത്ത് ആർക്കെല്ലാം കഴിവുകളുണ്ടോ അവരെയെല്ലാം ഉപയോഗപ്പെടുത്തണമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. കമ്പ്യൂട്ടറിലും വാട്സാപ്പിലും വൈദഗ്ധ്യം നേടിയ പുതിയ തലമുറയുമായി ആശയവിനിമയം നടത്താൻ അത്തരം മേഖലകളിലെ വിദഗ്ധരെ ഉപയോഗിക്കണം. എല്ലാ സമുദായങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുന്നവരെ ഉപയോഗപ്പെടുത്തണം. ആദ്യം യുദ്ധം ജയിക്കലാണ് പ്രധാനം. MLA-മാരുടെ ഭൂരിപക്ഷവും ഹൈക്കമാൻഡിന്റെ തീരുമാനവുമെല്ലാം പിന്നീട് വരേണ്ട ഘടകങ്ങളാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. താൻ മാത്രം മതി അതിന്റെ ക്രെഡിറ്റ് മറ്റാർക്കും നൽകണ്ട എന്ന് ചിന്തിച്ചാൽ അവസാനം തോൽവിയുടെ ഉത്തരവാദിത്വവും അവരുടെ തലയിൽ തന്നെയുണ്ടാകും. ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ മിത്രപക്ഷത്ത് നിർത്തിയാൽ മാത്രമേ ഒരു യുദ്ധം ജയിക്കാനാകൂ. നിയമസഭയെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ടതില്ല. നമ്മുടെ മുൻപിൽ ഇപ്പോഴുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.